ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചവർക്ക് വീട് പണി പൂർത്തിയായിട്ടും പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച തുക കിട്ടാത്തതിൽ ജീവിതം ദുരിതത്തിൽ. ഇടുക്കി ജില്ലയിൽ 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. പലിശയ്ക്ക് പണമെടുത്ത് വീട് പണി പൂർത്തീകരിച്ചെങ്കിലും കടം വീട്ടാൻ കഴിയാതെ ഈ കുടുംബങ്ങൾ കഷ്ടപ്പെടുകയാണ്. 20,000 രൂപ പലിശയ്ക്ക് എടുത്തു. പണിക്കാർക്ക് പൈസ കൊടുക്കാനില്ലാന്നിട്ട് 2,000 രൂപ വെച്ച് പലിശ കൊടുത്തോണ്ടിരിക്കുക. എങ്ങനെ എനിക്ക് ഇതെല്ലാം കിട്ടുന്നെന്ന് എനിക്കറിയില്ല. സമയമാകുമ്പോൾ എനിക്കെല്ലാം ദൈവം തരുന്നുണ്ട്. ഈ കണ്ണുനീര് ഈ ഒരു വീട്ടമ്മയുടെ മാത്രമല്ല, ഇത്തരം കണ്ണീര് ഇടുക്കി ജില്ലയിലെ 100 കണക്കിന് കുടുംബങ്ങൾക്കാണുള്ളത്. IAY പദ്ധതി പ്രകാരം ഭവന നിർമ്മാണ പദ്ധതിയിൽ വീട് വെച്ചവരുടെ അവസ്ഥയാണിത്. വീട് നിർമ്മാണം തീർക്കുവാൻ വേണ്ടി പലിശയ്ക്ക് പണമെടുത്ത് വീട് പണി തീർത്തെങ്കിലും പഞ്ചായത്തിൽ നിന്നും തുക ലഭിക്കാതെ വന്നപ്പോഴാണ് ഇവരുടെ ഈ ദുരവസ്ഥ. ഇതിനാൽ പണി തീർത്ത വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവരിപ്പോൾ. കടം വാങ്ങിയവർ പണം ചോദിച്ച് വീട്ടിലെത്തി തുടങ്ങി. തൊടുപുഴ, കുമാരമംഗലം, കാമനാൽ, വിശ്വൻ, കോട്ടമുറിക്കൽ, പൊടിയാൽ ചോദിക്കുമാണ് ഈ അവസ്ഥ. ആദ്യ ഗഡുവാണ് ഇവർക്കാകെ നൽകിയിരിക്കുന്ന തുക. പണി പൂർത്തീകരിക്കാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയാണ് വീടിന്റെ പണി പൂർത്തീകരിച്ചത്. 2ാം ഗഡു ലഭിക്കുമ്പോൾ കടം വീട്ടാമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. അതിനുവേണ്ടി പഞ്ചായത്തിൽ സമീപിച്ചപ്പോൾ കേന്ദ്ര വികസന ഫണ്ട് എത്തിയില്ലെന്നും കിട്ടിയാലുടൻ നൽകാമെന്നായിരുന്നു ഇവരുടെ വാദമെന്ന് ഈ വൃദ്ധ മാതാപിതാക്കൾ പറയുന്നു. അവിടെ ചെന്ന് 3-4 പ്രാവശ്യമൊക്കെ ചെന്ന് ഞങ്ങൾ ചോദിച്ചു, പൈസ ചോദിച്ചു. അപ്പോൾ പിന്നെ തരാമെന്ന് ഇന്നത്തെ ആഴ്ച തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ പൈസയും കിട്ടില്ല. കാലിന് സുഖമില്ലാത്തതിനാൽ ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വിശ്വൻ. ഭാര്യ വിലാസിനി കൂലിപ്പണിക്ക് പോയി വേണം ഒരു ദിവസത്തെ അന്നത്തിനുള്ള വഴി കണ്ടെത്താൻ. വീട് പണി പൂർത്തീകരിച്ചിട്ടും പണം ലഭിക്കാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ പലപ്പോഴും ഓർത്തു. അപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിനെ ഓർത്ത് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നത്. സർക്കാർ ഇടപെട്ട് ഇത്തരക്കാരുടെ ദുരിത ജീവിതത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവർ പറയുന്നത്. ഇത്തരം ഭവന പദ്ധതിയിൽപ്പെട്ട് ഈ 2 കുടുംബങ്ങൾ മാത്രമല്ല കടക്കെണിയിലായിരിക്കുന്നത്. ജില്ലയിൽ 100 കണക്കിന് കുടുംബങ്ങളാണ് കടക്കെണിയിലെത്തിയിരിക്കുന്നത്. ഇവർക്ക് അനുവദിച്ച തുക ആരാണ് അട്ടിമറിക്കപ്പെട്ടത്? ഈ ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. VS ഹൈദരലി, റിപ്പോർട്ടർ.